നമസ്കാരം. റേക്കി ശ്വാസം വഴി എങ്ങനെ നമുക്ക് സ്വാംശീകരിക്കാമെന്ന ഒരു വിഷയമാണ്. ശ്വാസം എന്ന ശ്വസന പദങ്ങളിലൂടെയുള്ള പ്രാണാപാനന്മാരുടെ പ്രവാഹം അത് ധ്യാനമാർഗത്തിലേക്കുള്ള ഒരു പാലം കൂടിയാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവോടൊപ്പം തന്നെ പ്രാണന് വഹിക്കപ്പെടാനുള്ള ഒരു മാധ്യമമാണ് ശ്വാസം. ശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വർത്തമാനകാലത്തിലേക്ക് തിരിയും. ശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രഭവത്തെ സമീപിക്കും. ശ്വാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്ഥലകാലങ്ങളെ ഉല്ലംഘിക്കാൻ കഴിയും. ശ്വാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരേ സമയം ലോകത്തിലായിരിക്കുകയും അതിനെ അതിവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ശ്വാസം റേക്കി വഴി ശ്വാസത്തിലൂടെ റേക്കിയെ എടുക്കാൻ കഴിയും. അതിനെ എവിടേക്കാണോ വേണ്ടുന്നത് അവിടേക്ക് പ്രസരിപ്പിക്കുവാനും കഴിയും. പ്രാണായാമ പ്രക്രിയകളിലെല്ലാം തന്നെ ഈ പ്രാണനെയാണ് നാം നയിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ റേക്കി ഇൻവോക്ക് ചെയ്തിട്ട് ഞാൻ എന്നോട് നന്ദി, റേക്കിയോട് നന്ദി, എന്നോട് നന്ദി എന്ന് പറയുകയും ശ്വാസം കൊണ്ട് റേക്കിയെ ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ഉദ്വസിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജാവും. ആ വാട്ടർ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം മാറുന്നു. അപ്പോൾ ശ്വാസത്തിന് നമുക്ക് അനിർവചനീയമായിട്ടുള്ള ഒരു സത്യം അതിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം നമ്മൾ ശ്വസിക്കുമ്പോൾ, ഒരേ സമയം നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ പ്രാണൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ സമപൂരിതമാക്കാൻ അത് ഉപകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്വാസത്തിൻ്റെ മാത്രകൾ അത് ഭംഗമില്ലാതെ ഒരു താളത്തിൽ റിതം ഉണ്ടാക്കിക്കൊണ്ട് ശ്വസിക്കുന്ന സമയത്ത് ആണ് നമ്മളുടെ ട്രൂ നേച്ചർ തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ ഒരാൾ ശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിൽ ചിന്തകൾ, അനന്യതാബോധം നിഴലിക്കുന്നു എങ്കിൽ വളരെ ദൂരെ നിന്ന് വളരെ ലോലമായ ഒരു ശ്വസനം, ആ ശ്വാസത്തിന് ശക്തിഹീനത ഉണ്ടായി കൂടുന്നില്ല. അതേസമയം നമ്മളുടെ മുഖത്തിൻ്റെ നാസാരന്ധ്രങ്ങളുടെ ചേർന്ന് നിന്നുകൊണ്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ ഡീപ് ബ്രീത്ത്, ഏതാണ്ട് 12 അങ്കുലം വീതിയിൽ എന്നൊക്കെയാണ് പറയുന്നത്. ആ വീതിയിൽ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തൈജസ ശരീരത്തിൻ്റെ പ്രഭാവം അത് വെളിവായി വരും. അപ്പോൾ നിങ്ങൾ 12 അങ്കുലം വീതിയിൽ നിങ്ങളിങ്ങനെ ശ്വസിക്കുക, ശരീരത്തോട് ചേർന്ന് നിന്ന് ശ്വസിക്കുക. ആ സമയത്ത് നിങ്ങളുടെ തൈജസ ശരീരം, അതായത് ബോഡി വിട്ടിട്ടുള്ള ബോഡി, അതായത് ഭൗതിക ശരീരം വിട്ടിട്ടുള്ള സൂക്ഷ്മ ശരീരം, ഓറ നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് നിങ്ങൾ ആർജിക്കും. അപ്പോൾ 12 അങ്കുലം വീതിയിൽ ഏകദേശം ഒരു 12 മിനിറ്റ് സമയം നിങ്ങൾ നിശ്ചേഷനായി നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. അപ്പോൾ ഒരു നീലപ്രകാശം നിങ്ങളെ വലയം ചെയ്യുന്നു, അത് കാണും. അത് കാലിൻ്റെ പെരുവിരൽ മുതൽ സഹസ്രാരം ഉച്ചി വരെ വ്യാപിച്ച് നിൽക്കുന്ന ഒരു നീല വെളിച്ചമായിരിക്കും. അതിനെ കണ്ടറിഞ്ഞ്, അതിനെ തൊട്ടറിഞ്ഞ്, അതിനെ പരിശീലിക്കുക. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.